ആനന്ദം പരമാനന്ദം നിൻവരവിൻ നാളിൽ, കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ. നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ, മോദമായി ഞാൻ പാർത്തിടും നാളിൽ. നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ, മോദമായി ഞാൻ പാർത്തിടും നാളിൽ. നിൻവരവിൻ ലക്ഷണങ്ങൾ കണ്ടിടുമീ നാളുകളിൽ, എൻ മനം തുടിച്ചിടും സദാ. നിൻവരവിൻ ലക്ഷണങ്ങൾ കണ്ടിടുമീ നാളുകളിൽ, എൻ മനം തുടിച്ചിടും സദാ. എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നിൻ യേശുനാഥ നിൻവരവിനായി. എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നീ യേശുനാഥ നിൻവരവിനായി. ആനന്ദം പരമാനന്ദം നിൻവരവിൻ നാളിൽ, കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ. നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ, മോദമായി ഞാൻ പാർത്തിടും നാളിൽ. നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ, മോദമായി ഞാൻ കാത്തിടും നാളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 8. No human being can tame the tongue. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ. അവിടുത്തെ തിരുവചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരവയവമാണ് നാവ്. നാം ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് നമ്മുടെ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടുമാണ്. എപ്രകാരമാണ് നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആയുസിൻ്റെ 1 വർഷം കഴിയാൻ പോവുകയാണ്. ഇനി അധിക മണിക്കൂറുകളില്ല. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം വരെ ഈ നാവിൽ വന്ന വാക്കുകൾ എത്ര മനുഷ്യരെ ജീവനോടെ മുറിപ്പെടുത്തി, കൊലപ്പെടുത്തി, കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഇങ്ങനെയല്ലേ പറയുന്നത്, കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കല്ലും പറയുന്ന വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. ഈ 1 വർഷം നമ്മളുടെ സംസാരം കൊണ്ട് എത്ര മനുഷ്യരെയാണ് വേദനിപ്പിച്ചിട്ടുള്ളതെന്ന് വല്ല ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-30 വാക്യങ്ങൾ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. സ്തോത്രം. അപ്പൊ ആകാത്ത വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ട്. അത് എത്രയാണെന്ന് വല്ല ചിന്തയുണ്ടോ? വല്ല കണക്കുമുണ്ടോ? ഇല്ല. നമുക്കറിയില്ല എത്ര വാക്കാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് അത് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ആർക്കാണ് മുറിവേറ്റതെന്ന് വ്യക്തമായിട്ട് വചനത്തിലുണ്ട്. 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കുത്തി വേദനിപ്പിച്ചപ്പോഴോ മറ്റുള്ളവരെ ഇല്ലാവചനങ്ങൾ പറഞ്ഞപ്പോഴോ വേദനിച്ചത് ആർക്കാണെന്നറിയാമോ? ആരെക്കുറിച്ചാണോ നീ പറഞ്ഞ? അവനല്ല, നിന്നിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിച്ചത്. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ 1 വർഷക്കാലം എത്ര പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചത്? എല്ലാ പാവവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ആയിട്ടുള്ള പാവം ക്ഷമിക്കപ്പെടത്തില്ല. പുതുവർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം വേണ്ടേ? ചെയ്തുപോയ പാപത്തിന് പരിഹാരം
അത് ഹൃദയം തുറന്ന് ഏറ്റു പറയണം. അതിനാണ് സായിപ്പ് ഒരു വാക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്, സോറി, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണമേ, വാക്കുകൊണ്ട് ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു മാനസിക പക്വത ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഭയങ്കര വിശുദ്ധിയും വേർപാടുമാണ്, ഭയങ്കര ഭക്തിയ, ഭാഗ്യവേഷം മാത്രമേ ഉള്ളൂ. റോമാലേഖനം 3:13 പറയുകയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. നാവ് കൊണ്ട് ചതിക്കുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. യാക്കോബ് ലേഖനത്തിൽ പറയുന്നത്, സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയും ശപിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വർഷക്കാലം എത്ര പ്രാവശ്യം മനുഷ്യനെ ശപിച്ചിട്ടുണ്ട്? സ്തോത്രം. പറഞ്ഞ ഓരോ വാക്കും പരിശുദ്ധാത്മാവ് കണക്കിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലം എത്ര മുടി കൊഴിഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എണ്ണി നോക്കിയിട്ടുണ്ടോ? പക്ഷെ ദൈവം അത് എണ്ണിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോ മുടി ദൈവം എണ്ണിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് എണ്ണാതെ എത്ര പൊഴിഞ്ഞു പോയെന്ന് ചിന്തിക്കുക പോലും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ ഉള്ളത് കൂടി കൊഴിഞ്ഞു പോകും. ഇത്രയുള്ള മനുഷ്യയാണ് നമ്മൾ. പക്ഷെ നമ്മുടെ വായി കിടക്കുന്ന നാവുണ്ടല്ലോ, സ്തോത്രം, ചിലർക്ക് കഴുത്തിന് ചുറ്റും നാവാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 140:3 പറയുന്നത്, അവ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷം ഉണ്ട്. ചില മനുഷ്യരെ പാമ്പ് കടിക്കത്തില്ല. കാരണം പാമ്പിനറിയാം, പാമ്പ് അവരെ കൊത്തിയാൽ, കടിച്ചാൽ പാമ്പ് ചത്തുപോകുമെന്ന് പാമ്പിനറിയാം. പിന്നെ ചില മനുഷ്യരെ കൊതുക് കുത്തത്തില്ല, കൊതുക് കടിക്കത്തില്ല. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊതുകിന്റെ കാര്യം പോക്കാണ്. അതേപോലെ വിഷമിറക്കുന്ന ഇറക്കികൾ കുടുംബത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. സ്തോത്രം. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം നാവ് തന്നത് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ ഈ നാവ് എനിക്കെന്തിന് നാഥ? സ്തോത്രം. ആ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നീ ശപിച്ചിട്ടില്ലേ? അപ്രകാരം നിന്റെ സഹോദരനോ കൂട്ടുവിശ്വാസിയോ അയൽവാസിയോ വ്രണപ്പെട്ടു മുറിവേറ്റു എന്ന് നീ മനസ്സിലാക്കിയിട്ടും നോൺ കെയർ ആറ്റിറ്റ്യൂഡിലൂടെ ശ്രദ്ധിക്കാതെ ആ നന്നായിപ്പോയി, കണക്കായിപ്പോയി എന്നും പറഞ്ഞ് എത്രയോ പ്രാവശ്യം കടന്നുപോയി. നാവിനെ മെരിക്കുവാൻ ആർക്കും സാധ്യമല്ല. സങ്കീർത്തനം 64:3 പറയാണ്, അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു, നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന്. ചില വ്യക്തികൾക്ക് സംസാരിക്കാനായിട്ട് നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കില്ല. പക്ഷെ ചില മനുഷ്യരുണ്ട് ഇങ്ങനെ ചാക്ടർ ബോക്സ് പോലെ കലബല 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 തന്നെ. പിന്നെ 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 ചില ഭാര്യമാരങ്ങനെയുള്ള ക്യാരക്ടറുള്ളവരുണ്ട്. ഒരു സമയത്തും ഉണ്ടായിരിക്കത്തില്ല. ശാന്തമ്മ എന്നാണ് പേര്, പക്ഷെ സ്വഭാവം ചാക്ടർ ബോക്സിൻ്റെത്. ഈ ചീവീടിയില്ല ഇങ്ങനെ, അതുപോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചലബല ചലബല സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ പറയുന്നത്. ചില വ്യക്തികളുണ്ട് എന്തിനും ഏതിനെ നെഗറ്റീവേ സംസാരിക്കുകയുള്ളൂ. അല്ല, ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളിലുള്ളവരാണോ? വിഷം തുപ്പുന്നവരാണോ? എൻ്റെ പൊന്നു സഹോദര സഹോദരി, ദൈവം ഒരു വർഷം കൂടെ തന്നില്ല. വന്നുപോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ നിരപ്പ് പ്രാപിക്കുക. സങ്കീർത്തനങ്ങൾ 55:21 പറയാണ്, അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായതും ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സംസാരിക്കും, എന്നാൽ പുറകെ കൂടെ വെക്കുന്ന ഊരാപ്പാര. സ്തോത്രം. കൂടെ നടന്ന് ചതിക്കുന്ന വ്യക്തികളുണ്ട്. വാക്കുകൾ പറഞ്ഞ് ചതിക്കുന്നവരുണ്ട്. വെള്ളപൂശിയ കുഴിമാടമായിട്ട് ജീവിക്കരുത്. പറയുന്ന വാക്കും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഒരേപോലെ ആയിരിക്കണം. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരേപോലെ ആയിരിക്കണം. ഷുഡ് നോട്ട് ബി എ ഡബിൾ മൈൻഡഡ്. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത് നമ്മുടെ നാവിനെ കുറിച്ചാണ്. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. കർത്താവ് വരാൻ ഇനി അധികം സമയമില്ല. 3-ാം ലോകമഹായുദ്ധം നടക്കാനായിട്ടുള്ള സകല ഒരുക്കവും എല്ലാ രാജ്യങ്ങളോടും ഒപ്പിച്ചു വരികയാണ്. ഏത് നിമിഷവും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാം, എന്തും സംഭവിക്കാം. അതിനു മുമ്പ്, കെട്ടിപ്പൂട്ടി ഇവിടുന്ന് പറക്കുന്നതിന് മുൻപ് ഈ നാവ് കൊണ്ട് ചെയ്തു പോയ പാവം ഒന്ന് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് രമ്യതപ്പെടാനുള്ള വ്യക്തികളോട് രമ്യതപ്പെട്ടിട്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും. സ്തോത്രം. ചിലർ
നന്നാകാൻ വേണ്ടി ധ്യാനത്തിന് പോയിരിക്കുക. നന്നാകാൻ വേണ്ടി ഈ ഒരു വർഷക്കാലം ചെയ്തു കൂട്ടിയ സകലത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കാൻ പോയിരിക്കുക. ചിലർ പോയിട്ടില്ല, സമയം കിട്ടുമെങ്കിൽ പോകുമെന്നും പറഞ്ഞിരിക്കുക. കർത്താവ് എത്രയോ വർഷമായി അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഈ മരണമെന്ന് പറയുന്നത് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും, അതാരെ വേണേലും വന്ന് പിടിക്കാം. പക്ഷെ ഒരിക്കൽ മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോടും രമ്യതപ്പെടാൻ പറ്റില്ല. എണീറ്റ് വന്ന് സോറി എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് മരണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാവ് കൊണ്ട് ആരെയൊക്കെയാണോ വ്രണപ്പെടുത്തി കുഴിച്ചിട്ടിട്ടുള്ളത്, നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കാം. നാവിനെയോ മരിക്കാൻ സാധിക്കാത്ത ഒരു അവയവമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയ നാവിനെക്കുറിച്ച് വചനത്തിലൂടെ സംസാരിച്ചു. വചനപ്രകാരം ചെയ്തുപോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം, രമ്യതപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഈ ഞങ്ങളുടെ ശരീരത്തിലെ ചെറിയ അവയവമായ ഈ നാവിലൂടെ ഞങ്ങൾ ചെയ്തു പോയ സകല പാവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ അവിടുന്ന് ദൃഷ്ടിവെച്ച് പറഞ്ഞു തരുന്ന ആലോചന പ്രകാരം ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓഫീസുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന ബിസിനസ് അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇത്രത്തോളം നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിച്ച് ഒരു ദുഷ്ടശക്തിയും ഞങ്ങളെ തൊടാതെ അത്ഭുതകരമാവണ്ണം ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. വചനം പറയുന്നത് പോലെ ജീവിക്കുവാൻ, വചനത്തോട് കൂറു പുലർത്തി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. രോഗസൗഖ്യദായകനാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം വന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കോടി ദൂതഗണം വാട്ടിടുമാ നാട്ടിലെന്റെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും. കോടി ദൂതഗണം വാട്ടിടുമാ നാട്ടിലെന്റെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും. മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ പൊന്നുമാറി ചാരിടുമെന്ന്. മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ പൊന്നുമാറി ചാരിടുമെന്ന്. ആനന്ദം പരമാനന്ദം നിൻ വരവിൻ നാളിൽ, കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ. നിത്യമാമെൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ. നിത്യമാമെൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ.